ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നയൻതാരയുടെ O2 എന്ന മൂവിയുടെ കഥയാണ്. സ്വന്തമായി ശ്വസിക്കാൻ കഴിയാത്ത ഒരു കുഞ്ഞുമായി മണ്ണിനടിയിൽ അകപ്പെടുന്ന അമ്മ, അവൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോലും സ്വന്തം മകനെ രക്ഷിക്കുന്നു. ഇതിന്റെ കഥ നമ്മളെ ശ്വാസം മുട്ടിക്കുമോ എന്ന് നോക്കാം. ഒരു സർവൈവർ ത്രില്ലർ മൂവിയായ ഇതിന്റെ കഥയിലോട്ട് പോകാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ വീര എന്നൊരു ചെറിയ കുട്ടിയെ കാണിക്കും. ഓക്സിജൻ സിലിണ്ടറിന്റെ ഹെൽപ്പോടെയാണ് അവൻ ശ്വസിക്കുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് വീരയുടെ അമ്മ പാർവതിയെ കാണിക്കുന്നു. ചെടികളെക്കുറിച്ചും ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അവൾ റിസർച്ച് നടത്തി അത് അവളുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന ജോബാണ് ചെയ്യുക. ഡാൻസിങ് പ്ലാന്റ് എന്നൊരു ചെടിയെക്കുറിച്ച് അവൾ ഓൺലൈനിലൂടെ അവളുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കും. ഡാൻസിങ് പ്ലാന്റിനെ കണ്ട് സ്റ്റുഡൻസ് എല്ലാം വളരെ എക്സൈറ്റഡ് ആകുകയും പ്ലാന്റ്സ് ലവ് ചെയ്യുമോ എന്ന് അവർ പാർവതിയോട് ചോദിക്കുകയും ചെയ്യും. പ്ലാന്റ്സ് ലവ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവർ കൊല്ല ചെയ്യുമെന്ന് പാർവതി പറയും. ഇത് കേട്ട് സ്റ്റുഡൻസ് ഷോക്കാകുമ്പോൾ ഇലകൾ കൊണ്ട് ഇര പിടിക്കുന്ന പ്ലാന്റിനെ അവൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. വീരയുടെ ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജൻ തീരുന്നതിനാൽ അവന് ശ്വാസം കിട്ടാതെ വരും. ഇനി ആ സിലിണ്ടർ മാറ്റി പുതിയത് ഫിക്സ് ചെയ്യാതെ അവന് ശ്വസിക്കാൻ കഴിയില്ല. ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ പെട്ടെന്ന് അലർട്ടാകാൻ അവളൊരു ബെല്ല് അതിനോട് ചേർന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ബെല്ല് റിങ് ചെയ്യുമ്പോൾ തന്നെ പാർവതി വീരയുടെ റൂമിലേക്ക് ഓടി ചെല്ലുകയും അവനോട് സോറി പറഞ്ഞ് സിലിണ്ടർ ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് O2 എന്ന മൂവിയുടെ ടൈറ്റിൽ കാണിച്ച് സിനിമ ആരംഭിക്കും. നെക്സ്റ്റ് സീനിൽ മുത്തു എന്നൊരാൾ തന്റെ 14 വർഷത്തെ ജയിൽ ജീവിതം അവസാനിപ്പിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നു. ചെയ്യാത്ത കുറ്റത്തിനാണ് മുത്തു ജയിലിലാകുന്നതും 14 വർഷം ജയിലിൽ നരകിച്ച് ജീവിച്ചതും. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് ലോകത്ത് ആരും വിശ്വസിച്ചില്ലെങ്കിലും തന്റെ അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഞാൻ ഒരു കൊലപാതകിയല്ലെന്ന് അമ്മയെ വിശ്വസിപ്പിക്കണമെന്നതാണ് മുത്തുവിന്റെ ആഗ്രഹം. അവിടെ സീൻ കട്ട് ചെയ്ത് റഫീഖ് എന്നൊരാളെ കാണിക്കും. അവൻ മിത്രി എന്നൊരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഞാനും മിത്രിയും തമ്മിൽ ഇഷ്ടത്തിലാണ്, ദയവായി എനിക്കവളെ കല്യാണം കഴിച്ചു തരണമെന്ന് അവൻ പറയും. പക്ഷെ മിത്രയുടെ അച്ഛനും ചേട്ടനും പട്ടിയെ തല്ലുന്നത് പോലെ അവനെ തല്ലി വീടിന് പുറത്താക്കും. അവൻ താണ ജാതിയിൽപ്പെട്ട ഒരാൾ ആയതുകൊണ്ടാണ് മിത്രയുടെ ഫാമിലി അവനെ അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്. പാർവതി വീരയുടെ ഡോക്ടറിനെ മീറ്റ് ചെയ്യുന്നു. അവന് ഒരു സർജറി ഉടനെ ചെയ്താൽ സാധാരണ മനുഷ്യരെ പോലെ അവനും ശ്വസിക്കാൻ തുടങ്ങുമെന്ന് ഡോക്ടർ പറയും. നീ അവന് വേണ്ട ധൈര്യം നൽകി എപ്പോഴും കൂടെയുണ്ടാകണമെന്നും ഡോക്ടർ പാർവതിയോട് പറയുന്നു. കൊച്ചിയിലുള്ള ഒരു ഹോസ്പിറ്റലിലെ രവിപ്രതാപ് എന്നൊരു ഡോക്ടറാണ് വീരയ്ക്കുള്ള സർജറി നടത്തുന്നത്. വീരയുടെ സർജറി ഡേറ്റിന് തന്നെ രാവിലെ നിങ്ങൾ കൊച്ചിയിലെത്തി ഡോക്ടർ രവിയെ കാണണമെന്നും വീരയുടെ ഡോക്ടർ പാർവതിയോട് പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വീര വളരെ സാഡായിരിക്കുന്നത് കണ്ട് നിനക്ക് എന്ത് പറ്റിയ മോനെ എന്ന് പാർവതി അവനോട് ചോദിക്കും. എനിക്ക് 50% ചാൻസേ ഉള്ളെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞെന്ന് അവൻ പറയും. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമോ എന്ന് അവൻ പാർവതിയോട് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവൾ വളരെ ഫീൽ ചെയ്യുമെങ്കിലും നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ 100% ചാൻസ് ഉണ്ട്, നീ പേടിക്കരുതെന്ന് പറഞ്ഞ് പാർവതി അവനെ സമാധാനപ്പെടുത്തും. പാർവതിയുടെ ബ്രദർ കൊച്ചിയിൽ സെറ്റിൽഡ് ആയതിനാൽ അവൾ ബ്രദറിനെ വിളിച്ച് ഒരു ബസ് ടിക്കറ്റ് എടുക്കണമെന്നും ഞങ്ങൾക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്നും പറയും. വീരയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പാർവതിയുടെ ബ്രദർ അറേഞ്ച് ചെയ്യുകയും ഒരു ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു പോലീസുകാരനെ കാണിക്കും. അവൻ വളരെ മോശപ്പെട്ട ഒരാളാണെന്ന് അയാളുടെ എൻട്രി സീനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇല്ലീഗലായ ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്യാറുണ്ട്. കുറച്ച് ഡ്രഗ്സ് നാളെ നൈറ്റ് തന്നെ പാലക്കാട് എത്തിക്കണമെന്ന് ഒരാളുമായി അയാൾ സംസാരിക്കുന്നത് കാണിക്കും. കോയമ്പത്തൂരുള്ളൊരു പ്രൈവറ്റ് ബസ്സും അതിലെ ഡ്രൈവറിനെയും ക്ലീനറിനെയും കാണിക്കുന്നു. കോയമ്പത്തൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പോകാൻ 6 മണിക്കൂർ വേണം, പക്ഷെ 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾ കൊച്ചിയിലെത്തണം, എങ്കിലേ നമ്മുടെ ബസ്സിന് റേറ്റിംഗ് കൂടൂ എന്ന് ഓണർ ഡ്രൈവറിനോട് പറയും. ഈ മൂവിയിലെ എല്ലാ ക്യാരക്ടേഴ്സും ആ ബസ്സിൽ കയറും. ആ കൂട്ടത്തിൽ ഒരു MLAയും ആ ബസ്സിൽ കയറുന്നു. ആളുകളുമായി ആ ബസ് കോയമ്പത്തൂരിൽ നിന്നും യാത്ര തിരിക്കും. പാർവതി താമസിക്കുന്നിടത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും അവളും വീരയും ആ ബസ്സിനായി വെയിറ്റ് ചെയ്യുന്നു. ആ സ്റ്റോപ്പിൽ വരുന്ന ബസ്സിൽ പാർവതിയും മകനും കയറുന്നു. അവിടെ നിന്നും കുറച്ചു ദൂരം സഞ്ചരിച്ച ആ ബസ്സിൽ മറ്റൊരു സ്റ്റോപ്പിൽ നിന്നും മിത്രയും അവളുടെ അച്ഛനും കയറും. ഓൾറെഡി റഫീഖും ആ ബസ്സിലുണ്ട്. അവളുമായി എസ്കേപ്പ് ആകാനാണ് റഫീഖിന്റെ പ്ലാൻ. ഡ്രഗ്സ് പാലക്കാട് എത്തിക്കാനായി ഒരു ബാഗ് നിറയെ ഡ്രഗ്സുമായി ആ പോലീസുകാരനും ആ ബസ്സിൽ കയറും. കോയമ്പത്തൂരിൽ നിന്നും ബസ് കേരളത്തിലേക്ക് എത്തും. കേരളത്തിൽ വലിയ മഴയും വെള്ളപ്പൊക്കവുമായതിനാൽ തന്നെ ബസ് ട്രാഫിക്കിൽ പെടും.
ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അവർ അകപ്പെടുന്നതിനാൽ ഡ്രൈവർ ഓണറിന് കോൾ ചെയ്ത് ബസ് ട്രാഫിക്കിൽ അകപ്പെട്ടെന്ന് പറയും. എന്ത് ട്രാഫിക് ഉണ്ടായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ ടൈമിൽ തന്നെ കൊച്ചിയിലെത്തണം. സോ പാലക്കാടും തൃശ്ശൂരും പോകേണ്ടവരെ അവിടെ ഇറക്കി ഒരു ഷോർട്ട് കട്ട് റൂട്ടിലൂടെ കൊച്ചിയിലെത്തണമെന്നും ഓണർ ഡ്രൈവറിനോട് പറയുന്നു. പാലക്കാടും തൃശ്ശൂരും പോകേണ്ടവർ ഇവിടെ ഇറങ്ങണം, ഈ ബസ് നേരെ കൊച്ചിയിലേക്കാണെന്ന് പറഞ്ഞ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരെ അവർ അവിടെ ഇറക്കി വിടുന്നു. ഈ സമയം അജിത്ത് എന്നൊരാൾ ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. സോ കൊച്ചിയിലേക്കുള്ള ആളുകളുമായി ബസ് അവിടെ നിന്നും തിരിഞ്ഞ് ഒരു ഷോർട്ട് കട്ട് റൂട്ടിലൂടെ യാത്ര തിരിക്കും. ബസ് പോകുന്നത് കാണുന്ന അജിത്ത് ബസ്സിന് പുറകെ ഓടി ചെല്ലുമെങ്കിലും അവന് ബസ് മിസ്സാകുന്നു. ബസ്സിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന പോലീസുകാരൻ കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് ബസ് വേറെ റൂട്ടിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. പാലക്കാട് കൂടി പോകുന്ന ഈ ബസ് എന്താണ് വേറെ റൂട്ടിലൂടെ പോകുന്നതെന്ന് ചോദിച്ച് അയാൾ ക്ലീനറിനോടും ഡ്രൈവറിനോടും ഷൗട്ട് ചെയ്യും. പാലക്കാട് പോകുന്നവരൊക്കെ ഞങ്ങൾ നേരത്തെ ഇറക്കി വിട്ടതാണല്ലോ സാർ, ആ സമയത്ത് സാർ ഉറങ്ങിപ്പോയതിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് ക്ലീനർ ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ അവരെ അടിക്കാൻ ശ്രമിക്കും. അയാൾ ബസ്സിൽ ആകെ ബഹളമുണ്ടാക്കുന്നതിനാൽ വേറെ വഴിയില്ലാതെ ഡ്രൈവർ ബസ് തിരിച്ച് പാലക്കാട് വഴി പോകാൻ ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് വലിയൊരു പാറയിടിഞ്ഞ് അവരുടെ ബസ്സിന് മുൻപിലേക്ക് വന്ന് പതിക്കും. ക്ലീനർ ബസ്സിൽ നിന്നും ഇറങ്ങി ആ കല്ല് റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു പാറ ഇടിഞ്ഞ് അവന്റെ ദേഹത്തേക്ക് വീഴുകയും അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ഡ്രൈവർ ഷോക്ക്ഡാകുമ്പോൾ റോഡ് നടുവേ പിളരുന്നത് അയാൾ കാണും. പെട്ടെന്ന് തന്നെ ആ റോഡിന് മുകളിലുണ്ടായിരുന്ന കുന്നിടിഞ്ഞ് ബസ്സിന് മുകളിലേക്ക് വീഴുകയും ബസ് മണ്ണിനടിയിലാകുകയും ചെയ്യുന്നു. ആ ബസ്സും അതിലുണ്ടായിരുന്ന എല്ലാവരും മണ്ണിനടിയിലാകും. ഒരു ശവപ്പെട്ടിക്കുള്ളിൽ ജീവനോടെ മൂടപ്പെട്ട നിലയിലാണ് അവരെല്ലാവരും ഇപ്പോൾ. കുറച്ച് മണിക്കൂറിനകം ഓക്സിജനും കുറയും. അവർക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാ പഴുതുകളും അടയുന്നു. പാർവതിയെയും വീരയെയും കൊച്ചിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പാർവതിയുടെ ബ്രദറിനെ കാണിക്കും. ബസ് വരേണ്ട സമയം കഴിഞ്ഞിട്ടും ബസ് വരാത്തതിന് അയാൾ എൻക്വയറിയിൽ ചെന്ന് ബസ് എന്താണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്നു. ആ ബസ് വരുന്ന പ്രദേശത്തൊക്കെ കനത്ത മഴയാണ്. സോ ഏതെങ്കിലും ട്രാഫിക്കിൽ പെട്ടതാകുമെന്ന് എൻക്വയറിയിൽ നിന്നും ഒരാൾ പാർവതിയുടെ ബ്രദറിനോട് പറയുന്നു. പാർവതിയെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് അയാൾ വളരെ ടെൻസ്ഡായി വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യും. MLAയുടെ അസിസ്റ്റന്റ് ബസ്സിനുണ്ടായ ആക്സിഡന്റിൽ മരിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും വളരെ കൺഫ്യൂസ്ഡായി ഭയത്തോടെ ബസ്സിലിരിക്കുന്നതായി കാണിച്ച് സീൻ കട്ട് ചെയ്ത് ബസ് മിസ്സായ അജിത്ത് കൊച്ചിയിലെത്താൻ മറ്റൊരു വണ്ടിയിൽ കയറുന്നു. ആ ബസ്സിലുണ്ടായിരുന്ന മുത്തുവിനും ആ ആക്സിഡന്റിൽ വയറിന് നല്ല പരിക്ക് പറ്റുന്നതിനാൽ അയാൾ ഉച്ചത്തിൽ നിലവിളിക്കും. ഇത് കണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് പാർവതി അയാളുടെ മുറിവിൽ മരുന്ന് വയ്ക്കാൻ തുടങ്ങുമ്പോൾ പാർവതിയെ ഹെൽപ്പ് ചെയ്യാൻ റഫീഖും അവളുടെ അടുത്തേക്ക് ചെല്ലും. റഫീഖിനെ കാണുന്ന മിത്രയുടെ അച്ഛന് കാര്യങ്ങൾ മനസ്സിലാകും. എൻ്റെ മകളെയും തട്ടിയെടുത്ത് ഇവിടെ നിന്ന് പോകാനല്ലേ നീയും ഈ ബസ്സിൽ കയറിയതെന്നൊക്കെ ചോദിച്ച് അയാൾ റഫീഖിനെ അടിക്കാൻ തുടങ്ങും. എല്ലാവരും മരണം കാത്തു കിടക്കുന്ന ഈ സമയത്താണോ നിങ്ങളൊക്കെ പക വീട്ടാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പാർവതി അവരെ രണ്ടുപേരെയും സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു. റഫീഖ് ഒരു ഡോക്ടർ ആയതിനാൽ തന്നെ മുത്തുവിനെ ചെക്ക് ചെയ്തതിനു ശേഷം ഇയാളെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അല്ലെങ്കിൽ 8 മണിക്കൂറിനുള്ളിൽ ഇയാൾ മരിക്കുമെന്നും മറ്റ് പാസഞ്ചേഴ്സിനോട് പറയും. വളരെ റൂഡായ രീതിയിൽ ആ പോലീസുകാരൻ അവരോട് പെരുമാറുന്നതിനാൽ റഫീഖിനും പോലീസുകാരനും ഇടയിൽ വാക്കേറ്റമുണ്ടാകും. വാക്കേറ്റം അടിയിലേക്കാകാൻ തുടങ്ങുമ്പോൾ മറ്റു പാസഞ്ചേഴ്സ് അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റും. ഇനിയും 10 മണിക്കൂർ ശ്വസിക്കാനുള്ള ഓക്സിജൻ മാത്രമേ നമുക്കിവിടെയുള്ളൂ. 10 മണിക്കൂറിന് ശേഷം ഇതിനുള്ളിലെ ഓക്സിജൻ മുഴുവനായും തീരും, നമ്മളെല്ലാവരും മരിക്കുകയും ചെയ്യും. സോ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ പാർവതി എല്ലാവരോടും പറയും. അജിത്ത് കയറിയ വണ്ടിയും ആ ബസ് പോയ റൂട്ടിലൂടെയാണ് വരിക. വഴിയെ മലയിടിഞ്ഞ് വഴി ബ്ലോക്കായി കിടക്കുന്നത് കണ്ട് അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി നോക്കുമെങ്കിലും ആ ബസ്സിന്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണാത്ത രീതിയിൽ മണ്ണിനടിയിൽ അകപ്പെട്ടതിനാൽ ഒരു ബസ് അതിനുള്ളിലുണ്ടെന്ന് അവർക്ക് മനസ്സിലാകാതെ വരും. അജിത്ത് ആ ബസ് ഓണറിന് കോൾ ചെയ്ത് എനിക്ക് ബസ് മിസ്സായെന്നും ആ ബസ്സിൽ എൻ്റെ ബാഗും മറ്റ് സാധനങ്ങളുമുണ്ട്, അതൊക്കെ കൊച്ചിയിലെ സ്റ്റോപ്പിൽ വെച്ച് എനിക്ക് തിരിച്ചു തരണമെന്നും പറയുമ്പോൾ അതിനിപ്പോൾ ആ ബസ് എവിടെ എത്തിയെന്ന് അയാൾ തിരിച്ചു ചോദിക്കും. ആ ബസ്സിലെ ഡ്രൈവറിനെയും ക്ലീനറിനെയും താൻ പലതവണ വിളിച്ചെന്നും കോൾ കണക്ട് ആകുന്നില്ലെന്നും ഓണർ അജിത്തിനോട് പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് ആ ബസ്സിലെ ലഗേജ് ക്യാബിൻ ഓപ്പൺ ചെയ്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും ടൂൾസ് അതിലുണ്ടാകുമോ എന്ന് നോക്കാമെന്ന് പാർവതി ഡ്രൈവറിനോട് പറയും. പാർവതിയുടെ ലഗേജിനുള്ളിലെ വീരയുടെ അഡീഷണൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്. ആരും അറിയാതെ അത് തന്റെ മകന് വേണ്ടി സേഫ് ആക്കാനാണ് പാർവതി അങ്ങനെ ഒരു പ്ലാൻ പറയുക. ഡ്രൈവർ എല്ലാവരുടെയും ലഗേജ് അതിനുള്ളിൽ നിന്നും എടുക്കും. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പാർവതി അവളുടെ ബാഗ് അതിൽ നിന്നും എടുത്ത് അവൾ ഇരിക്കുന്ന സീറ്റിന്
പുറകിലായി വെക്കും. പക്ഷെ ഇതൊക്കെ കണ്ട സംശയം തോന്നുന്ന പോലീസുകാരൻ നിന്റെ കയ്യിൽ അഡീഷണൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ എന്ന് ചോദിക്കുമെങ്കിലും ഇല്ലെന്നവൾ പറയും. അവളുടെ സീൻ കട്ട് ചെയ്ത് ആ ബസ്സിന് എന്തോ ഒരു ആപത്ത് പറ്റിയിട്ടുണ്ടെന്നൊരു സംശയം അജിത്തിനുണ്ടാകും. നമ്മൾ വന്ന വഴിയിലൊന്നും ആ ബസ് കണ്ടിട്ടില്ല. ആ റോഡ് ബസ് മുറിച്ചു കടന്നിട്ടുമില്ല. ബസ് കൊച്ചിയിൽ എത്തിയിരുന്നെങ്കിൽ താൻ ബസ് ഓണറിനെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞേനെ. അപ്പോൾ ബസ് കൊച്ചിയിൽ എത്തിയിട്ടുമില്ല, ആ വഴി കടന്നു പോയിട്ടുമില്ല. ഈ കാര്യങ്ങളൊക്കെ അജിത്ത് ആ വണ്ടി ഡ്രൈവറിനോട് പറയും. ആ ബസ് മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാകാനാണ് ചാൻസ് എന്നും അജിത്ത് പറയും. ബസ്സിന് പുറത്ത് മണ്ണിടിഞ്ഞു വീണെങ്കിലും ആ മണ്ണിന് മുകളിൽ കാറ്റും ഓക്സിജനുമുണ്ട്. നമ്മളിപ്പോൾ വെള്ളത്തിനുള്ളിൽ പെട്ടതുപോലെയാണ്. ഒരു വലിയ പൈപ്പ് വഴി മുകളിലുള്ള കാറ്റ് ബസ്സിനുള്ളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുമെന്ന് പാർവതി അവരോട് പറയും. ബസ്സിനുള്ളിൽ നിന്നും വലിയ പൈപ്പ് ട്യൂബ്സ് എടുത്ത് അവർ ബസ്സിന് മുകളിലൂടെ കുത്തി മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കും. പക്ഷെ അപ്പോൾ ബസ്സിനുള്ളിൽ ലൈറ്റ്സ് എല്ലാം ഓഫ് ആകുകയും ചെയ്യുന്നു. പവർ ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ഡ്രൈവർ സീറ്റിനടുത്താണ്. ആർക്കും തന്നെ അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിൽ മണ്ണിടിഞ്ഞ് ബസ്സിന്റെ ഫ്രണ്ട് മുഴുവൻ തകർന്ന അവസ്ഥയിലാണ്. എല്ലാവരെയും നോക്കിയതിനു ശേഷം വീര അതിനുള്ളിൽ കിടന്ന സ്വിച്ച് വീണ്ടും ഓൺ ചെയ്യണമെന്ന് പോലീസുകാരൻ പറയുന്നു. അവനൊരു രോഗിയാണ്, അവനെ ഞാൻ വിടില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പറഞ്ഞു വിടാൻ പാർവതി അയാളോട് പറയുന്നു. ഒരു ചെറിയ കുട്ടിക്ക് കടക്കാനുള്ള സ്പേസ് മാത്രമേ അവിടെയുള്ളൂ, സോ അവൻ പോയേ മതിയാകൂ എന്ന് വളരെ റൂഡായി ആ പോലീസുകാരൻ അവളോട് പറയും. എല്ലാവർക്കും വേണ്ടി ഞാൻ പോകാം അമ്മ എന്ന് പറഞ്ഞ് വീര വളരെ ധൈര്യത്തോടെ ഡ്രൈവർ സീറ്റിലേക്ക് ഇറങ്ങി പവർ ഓൺ ചെയ്യും. തിരിച്ച് ആ ചെറിയ സ്പേസിലൂടെ അവൻ വീണ്ടും ബസ്സിനുള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഓക്സിജനായി അവരെല്ലാവരും ആ കമ്പി വീണ്ടും ബസ്സിന് പുറത്തൂടെ തുളച്ചു കയറ്റി മണ്ണിന് മുകളിൽ എത്തിക്കാൻ ട്രൈ ചെയ്യുന്നു. ഒരു തരത്തിൽ അവരത് ചെയ്യുകയും ചെയ്യുന്നു. ആ കമ്പി വഴി അവർക്ക് ആവശ്യമായ ഓക്സിജനും ബസ്സിനുള്ളിലേക്ക് വരാൻ തുടങ്ങും. ആ കമ്പി വഴി ഹെൽപ്പ് ഹെൽപ്പ് എന്ന് എല്ലാവരും ഉച്ചത്തിൽ നിലവിളിക്കും. അജിത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നതിനാൽ ആ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് പോലീസുകാരും എത്തുന്നു. അവിടെയൊക്കെ അവർ സെർച്ച് ചെയ്തിട്ടും ആ ബസ് കണ്ടെത്താൻ അവർക്കാകില്ല. ഇനിയും ഇവിടെ നിന്നാൽ അത് ആപത്താണെന്ന് മനസ്സിലാക്കി പോലീസുകാരും നാട്ടുകാരും അവിടെ നിന്ന് പോകും. പെട്ടെന്ന് വീണ്ടും കുറച്ച് മണ്ണുകൂടി ഇടിഞ്ഞ് ആ ബസ്സിന് മുകളിലേക്ക് തന്നെ വീഴും. അവർ ഓക്സിജനായി വെച്ച കമ്പിയും ആ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിലായി പോകുന്നു. ആ ബസ് വീണ്ടും ആഴത്തിലേക്ക് താണു പോകും. ഈ സമയം പാർവതിയുടെ ഫോണിലേക്ക് അവളുടെ ബ്രദറിന്റെ കോൾ വരും. അവൾ കോൾ എടുത്ത് സംസാരിക്കാൻ ട്രൈ ചെയ്യുമെങ്കിലും റേഞ്ച് കറക്റ്റായി കിട്ടാത്തതിനാൽ തന്നെ അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയാൻ കഴിയാതെ വരും. ബസ്സിനുള്ളിലെ ആളുകളുടെ കരച്ചിലും നിലവിളിയും കേൾക്കുന്ന ബ്രദറിന് അവർ അപകടത്തിലാണെന്ന് മനസ്സിലാകും. സോ ഉടനെ തന്നെ അവൻ ഈ കാര്യം പോലീസിൽ അറിയിക്കും. ഗവൺമെന്റ് പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒരു വലിയ ടീമിനെ തന്നെയും ആ ബസ് കണ്ടെത്താനായി അയക്കുന്നു. ന്യൂസ് ചാനൽസിലെല്ലാം വാർത്ത ലീക്കാകുകയും ഇതൊരു ഷോക്കിംഗ് ന്യൂസായി TV ചാനൽസിലും മീഡിയാസിലും വരികയും ചെയ്യുന്നു. ഗവൺമെന്റ് അയച്ച റെസ്ക്യൂ ടീം ആ ബസ് കണ്ടെത്താൻ ശ്രമം നടത്തുന്നു. പാർവതി അവളുടെ ബാഗിലുണ്ടായിരുന്ന ചെടി ബസിന്റെ മുകളിലായി വയ്ക്കും. മുത്തുവിന് ശ്വാസമെടുക്കാൻ കഴിയാതെ മരണത്തോട് മല്ലടിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് ശ്വാസമെടുക്കുന്ന മുത്തുവിനോട് ഇപ്പോൾ ഈ ബസ്സിലുള്ള ഓക്സിജൻ മുഴുവൻ നീ ശ്വസിച്ചു തീർക്കരുത്, കുറച്ച് പതുക്കെ ശ്വാസം വലിക്കാൻ MLA മുത്തുവിനോട് ഒരു കരുണയും കൂടാതെ പറയും. ഇത് കേട്ട ആ ബസ്സിലുള്ളവർ തമ്മിൽ വീണ്ടും വാക്കേറ്റമാകും. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ പോലീസുകാരൻ അവന്റെ ബാഗ് ഓപ്പൺ ചെയ്ത് അതിലുള്ള ഡ്രഗ്സ് അവൻ യൂസ് ചെയ്യും. വളരെ ക്രൂവലായ അയാൾ ബാഗിലുണ്ടായിരുന്ന തോക്കെടുത്ത് എല്ലാവരെയും ഭയപ്പെടുത്തി മുത്തുവിന്റെ അടുത്ത് ചെല്ലും. ഇവൻ മരിച്ചാൽ നമുക്ക് കുറച്ച് ടൈം കൂടി ഓക്സിജൻ കൂടുതൽ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തുവിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇത് കാണുന്ന പാർവതി വളരെ ഷോക്ക്ഡാകും. അത് തന്നെയല്ല, ഒരു കൊലപാതകം തന്റെ മകൻ കാണാതിരിക്കാനും അവൾ മാക്സിമം ട്രൈ ചെയ്യും. അതിനുശേഷം അയാൾ വീരയുടെ നേരെ തോക്ക് ചൂണ്ടും. വീരയെ അയാൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പാർവതി ഭയക്കുമ്പോൾ ഇവനെ ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ ഇവനായി നീ അഡീഷണലായി കരുതിയിരിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ എനിക്ക് വേണമെന്ന് അയാൾ പറയും. അയാളെ തടയാൻ ശ്രമിക്കുന്നവരെയൊക്കെ അയാൾ ഗൺ കാണിച്ച് ഭയപ്പെടുത്തുന്നു. ഓക്സിജൻ കുറഞ്ഞു വരുന്നതിനാൽ തന്നെ ആ ബസ്സിലുള്ളവർക്കെല്ലാം ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ തുടങ്ങും. ഈ ബസ്സിലുള്ള മറ്റാളുകളെയും കൊന്നാൽ എനിക്ക് ഓക്സിജന്റെ സമയം കൂടുതൽ ലഭിക്കുകയും റെസ്ക്യൂ ടീം വരുന്നത് വരെ തനിക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ ഓരോരുത്തരുടെയും നേരെ ഗൺ പോയിന്റ് ചെയ്യും.
മിത്രയുടെ അച്ഛന്റെ നേരെ അയാൾ ഗൺ പോയിന്റ് ചെയ്ത്, നീ വയസ്സായ ആളല്ലേ, അപ്പോൾ നീ മരിക്കേണ്ടവനാണെന്ന് പറഞ്ഞ് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന പാർവതി ഒരു ഇരുമ്പ് കമ്പിയെടുത്ത് ആ പോലീസുകാരന്റെ തലക്കടിച്ച് നിലത്തിടും. മയങ്ങി വീണ അയാളെ അവരെല്ലാവരും കൂടി ബസിന്റെ സീറ്റിനോട് ചേർത്ത് കെട്ടിയിടുന്നു. മിത്രയുടെ അച്ഛൻ ഒരു ഇരുമ്പ് കമ്പിയെടുത്ത് ബസിന്റെ ഗ്ലാസ് കുത്തിപ്പൊട്ടിക്കും. അവിടെ ചെറിയൊരു തുരങ്കം അവർ കാണും. ഈ തുരങ്കം വഴി അകത്ത് കടന്നാൽ പുറത്തേക്കിറങ്ങാൻ എന്തെങ്കിലും വഴി ഉണ്ടാകുമോ എന്ന് നോക്കാമെന്ന് അയാൾ പറയും. എൻ്റെ മകൾ എന്നെ ചതിച്ച് ഇവന്റെ ഒപ്പം പോകാൻ നോക്കിയവളാണ്. പക്ഷെ എന്തായാലും അവൾ എൻ്റെ മകളാണ്. അവൾക്കൊന്നും സംഭവിക്കരുത്. സോ അവൾക്കായി ഞാൻ ഈ റിസ്ക് ഏറ്റെടുത്ത് ആ തുരങ്കം വഴി കടക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് മിത്രയുടെ അച്ഛൻ തുരങ്കത്തിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ റഫീഖ് അതിനുള്ളിലേക്ക് കടക്കും. റഫീഖിന് പുറകെ മിത്രയുടെ അച്ഛനും ആ തുരങ്കത്തിലേക്ക് കടക്കുന്നു. വളരെ പ്രതീക്ഷയോടെ ബസ്സിലുള്ളവർ അവർക്കായി വെയിറ്റ് ചെയ്യും. മണ്ണ് മാറ്റി മാറ്റി അവർ മുന്നോട്ട് ചെന്നിട്ടും ഒരു വഴിയും അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് തന്നെയല്ല, പെട്ടെന്ന് തന്നെ വീണ്ടും അവർക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴാൻ തുടങ്ങും. മിത്രയുടെ അച്ഛൻ ആ തുരങ്കത്തിൽ നിന്നും വീണ്ടും ബസ്സിനുള്ളിലേക്ക് തിരിച്ചു കയറുമെങ്കിലും റഫീഖ് അതിനുള്ളിൽ അകപ്പെട്ടു പോകുന്നു. റഫീഖിനെ കാണാതെ മിത്ര ഉച്ചത്തിൽ കരയുമ്പോൾ ആ മണ്ണിനടിയിൽ നിന്നും റഫീഖ് അവന്റെ കൈ പുറത്തേക്ക് നീട്ടും. സോ എല്ലാവരും കൂടി റഫീഖിനെയും മണ്ണിനടിയിൽ നിന്നും രക്ഷിച്ച് ബസ്സിനുള്ളിലേക്ക് വലിച്ചു കയറ്റുന്നു. ഒരു വലിയ പ്രദേശം മുഴുവൻ മണ്ണിനടിയിലായതിനാൽ തന്നെ ബസ് എവിടെയാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്താൻ റെസ്ക്യൂ ടീമിന് കഴിയാതെ വരും. വീണ്ടും വീണ്ടും ആ പ്രളവർക്കും അപകടമുണ്ടാകാൻ തുടങ്ങും. പാർവതിയുടെ ബ്രദർ റെസ്ക്യൂ ടീമിന്റെ ഹെഡിനെ മീറ്റ് ചെയ്ത് പാർവതിയുടെയും അവളുടെ മകൻ വീരയുടെയും സിറ്റുവേഷനെ കുറിച്ച് പറയും. നെക്സ്റ്റ് ഡേ വീരയ്ക്ക് ഓപ്പറേഷനാണ്. ഓൾറെഡി അവന് സ്വയം ശ്വസിക്കാൻ കഴിയാത്ത കുട്ടിയാണ്. ദയവായി എത്രയും പെട്ടെന്ന് അവരെ രക്ഷിക്കണമെന്നും അയാൾ പറയുന്നു. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് റെസ്ക്യൂ ടീം ബസ് എവിടെയാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഈ സമയം ബസ്സിൽ കെട്ടിയിട്ടിരുന്ന പോലീസുകാരൻ അവന്റെ കയ്യിലെ കെട്ടൊക്കെ റിമൂവ് ചെയ്ത് അവന്റെ ഗണ്ണെടുത്ത് വീണ്ടും മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ തുടങ്ങും. അയാൾ വീരയെ കയ്യിലെടുത്ത് ഗൺ പോയിന്റ് ചെയ്ത് എല്ലാവരെയും ഫോൺ ചെയ്യും. വീരയ്ക്ക് സർജറി ചെയ്യുന്ന ഡോക്ടർ പാർവതിയുടെ ബ്രദറിന് കോൾ ചെയ്ത് നാളെ മോർണിംഗ് 9 മണിക്ക് വീരയെ കൊണ്ടുവന്നില്ലെങ്കിൽ ലിസ്റ്റിലുള്ള അടുത്തയാൾക്ക് ആ ഓപ്പർച്യൂണിറ്റി പോകും. സോ അത് കഴിഞ്ഞാൽ വീരയുടെ സർജറിക്കായി വീണ്ടും കാത്തിരിക്കേണ്ടി വരുമെന്നും പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് ആ പോലീസുകാരൻ എല്ലാവരെയും ഭയപ്പെടുത്തി വീരയുടെ അഡീഷണൽ ഓക്സിജൻ സിലിണ്ടറും കൈക്കലാക്കുന്നു. ശ്വാസം കിട്ടാതെ ഇത്രയും ആളുകൾ ഇവിടെ മരണത്തോട് മല്ലടിക്കുന്നത് ഇവൾ കണ്ടിട്ടും ആരും അറിയാതെ ഈ ഓക്സിജൻ സിലിണ്ടർ അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും അയാൾ മറ്റു പാസഞ്ചേഴ്സിനോട് പറയും. എൻ്റെ മകന് നമ്മളെപ്പോലെ ശ്വസിക്കാൻ കഴിയില്ല, അതിനാലാണ് അവനായി ഞാൻ ആ ഓക്സിജൻ സിലിണ്ടർ കരുതിയതെന്നും അവളുടെ മകന്റെ രോഗത്തെക്കുറിച്ചും അവൾ അവരോട് പറയും. ആ ഓക്സിജൻ സിലിണ്ടർ എടുത്ത് ആ പോലീസുകാരൻ യൂസ് ചെയ്യാൻ തുടങ്ങും. ആ ബസ്സിലുള്ളവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്ന് റെസ്ക്യൂ ടീം ഹെഡ് ഒരു ഡോക്ടറിനോട് ചോദിക്കും. ബസ്സിനുള്ളിലെ ഓക്സിജന്റെ അളവ് ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കണം. ഓക്സിജൻ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അവരെല്ലാം ഒരു ഹാലുസിനേഷൻ സ്റ്റേജിലൂടെ കടന്നു പോകും. ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാത്തത് മൂലം അവരുടെ ശരീര അവയവങ്ങളെല്ലാം പതുക്കെ സ്റ്റോപ്പ് ആകാൻ തുടങ്ങും. ഓക്സിജൻ തീരുന്നതിനനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കൂടാനും സാധ്യതയുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുന്നത് മൂലം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തന്നെ മരിക്കാനാണ് ചാൻസ് എന്നും ഡോക്ടർ പറയുന്നു. ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ബസ്സിനുള്ളിലെ ആളുകളുടെ നില അതീവ ഗുരുതരമാകാൻ തുടങ്ങും. റെസ്ക്യൂ ടീം വരുന്നത് വരെ ജീവൻ കയ്യിൽ പിടിക്കണമെന്ന വാശിയിൽ എല്ലാവരും ആ ഓക്സിജൻ സിലിണ്ടർ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. പാർവതിയോടുള്ള ദേഷ്യത്തിൽ ആ പോലീസുകാരൻ മറ്റുള്ളവരെയും അവൾക്കെതിരെയാക്കാൻ ശ്രമിക്കും. വീരയുടെ ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജനും തീരാറാകുന്നതിനാൽ രണ്ടാമത്തെ സിലിണ്ടർ മാറ്റി ഫിക്സ് ചെയ്താൽ മാത്രമേ വീരയ്ക്കും ശ്വസിക്കാൻ കഴിയൂ. പക്ഷെ ആ സിലിണ്ടർ പോലീസുകാരന്റെ കയ്യിലായതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പാർവതി ആകെ വിഷമത്തിലാകും. ഓക്സിജൻ സിലിണ്ടറിൽ നിന്നും കുറച്ച് ഓക്സിജൻ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ പോലീസുകാരന്റെ കാല് പിടിക്കാൻ വരെ മറ്റുള്ളവർ തയ്യാറാകും. നിങ്ങൾ പാർവതിയെയും അവളുടെ മകനെയും കൊന്നാൽ ഈ ഓക്സിജൻ സിലിണ്ടർ നിങ്ങൾക്കും കൂടെ യൂസ് ചെയ്യാൻ തരാമെന്ന് പോലീസുകാരൻ അവരോട് പറയും. ഓക്സിജൻ ഇല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാകുന്ന അവരെല്ലാം ആയുധങ്ങളുമായി പാർവതിയെ കൊല്ലാനായി വരും. അവിടെ സീൻ കട്ട് ചെയ്ത് റെസ്ക്യൂ ടീമിനെ കാണിക്കും. ബസ് ഏത് ഭാഗത്താണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്താൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ബസ്സിലുള്ള ആരുടെയെങ്കിലും ഫോൺ നമ്മുടെ വൈഫൈയുമായി കണക്ട് ആയാൽ അവർ എവിടെയാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്താമെന്ന് അവർ പറയും. ആരുടെയെങ്കിലും ഫോൺ ഓൺ ആകുന്നുണ്ടോ എന്ന് അവർ ക്ഷമയോടെ വെയിറ്റ് ചെയ്യും.
തനിക്ക് നേരെ വരുന്ന എല്ലാവരെയും ധീരമായി പാർവതി നേരിടും. പാർവതിക്ക് സപ്പോർട്ടായി ആ ഡ്രൈവറും അവൾക്കൊപ്പം ചേരും. ആ ബസ് ഡ്രൈവർ അവൾക്കും അവളുടെ മകനും വേണ്ടി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരും പിന്മാറും. അവളെ കൊല്ലാതെ എല്ലാവരും പിന്മാറുന്നതിനാൽ ദേഷ്യം വരുന്ന പോലീസുകാരൻ പാർവതിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പാർവതിയും ബസ് ഡ്രൈവറും കൂടി അവനെ അടിച്ച് നിലത്തിട്ടതിന് ശേഷം അവരുടെ കയ്യിലുണ്ടായിരുന്ന സിലിണ്ടർ വീരയ്ക്ക് മാറ്റി ഫിക്സ് ചെയ്യും. ഗണ്ണെടുത്ത് പോലീസുകാരൻ പാർവതിയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ബുള്ളറ്റ് തീരുന്നതിനാൽ തന്നെ അയാൾക്ക് അതും സാധിക്കാതെ വരും. ഈ സമയം കാലിയായ സിലിണ്ടർ കൊണ്ട് അവൾ അയാളെ അടിച്ചു വീഴ്ത്തുന്നു. ആ ബസ്സിലുള്ള എല്ലാവരുടെയും ഓക്സിജൻ തീരുന്നതിനാൽ തന്നെ എല്ലാവരും മയങ്ങി വീഴുന്നു. എന്തു വന്നാലും നീ ധൈര്യമായി ഇരിക്കണം വീര എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയും മയങ്ങി നിലത്ത് വീഴും. വീര മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത്. പാർവതിയുടെ ഫോണിൽ വൈഫൈ ഓൺ ആയിരിക്കുന്നത് കണ്ട് റെസ്ക്യൂ ടീമിന് അവളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ബസ്സിലുള്ള എല്ലാവരും മയക്കത്തിലായതിനാൽ തന്നെ ആരും ഫോണിൽ വൈഫൈ അക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാവരും മയങ്ങി വീണതിനാൽ വീര അവന്റെ ഓക്സിജൻ സിലിണ്ടർ ആ ബസ്സിനുള്ളിൽ തുറന്നു വിട്ടതിനു ശേഷം ഓക്സിജൻ ഇല്ലാതെ വീരയും ആ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീഴും. ഈ സമയം പാർവതി ബാഗിൽ നിന്നും ബസ്സിന്റെ മുകളിൽ എടുത്തു വെച്ച ചെടിയിൽ നിന്നും ഒരു ഇല കൊഴിഞ്ഞ് പാർവതിയുടെ ഫോണിലേക്ക് വീഴും. വൈഫൈ അക്സെപ്റ്റ് എന്ന ഓപ്ഷനിൽ ആ ഇല വീഴുന്നതിനാൽ പാർവതിയുടെ ഫോണ് റെസ്ക്യൂ ടീമിന്റെ വൈഫൈയുമായി കണക്ട് ആകും. സോ ആ ബസ് എവിടെയാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന കറക്റ്റ് പ്ലേസ് റെസ്ക്യൂ ടീമിന് മനസ്സിലാക്കുകയും അവർ ഉടനെ ആ ബസ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നുള്ള എല്ലാവരുടെയും ഇടപെടൽ മൂലം അവർ ആ ബസ് മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തി റെസ്ക്യൂ ടീം അതിനുള്ളിലേക്ക് ഇറങ്ങും. മയങ്ങിക്കിടക്കുന്ന എല്ലാവരെയും അവർ രക്ഷപ്പെടുത്തുന്നു. മുത്തുവിനെ കൊന്നതിന് ആ പോലീസുകാരനെതിരെ കേസെടുക്കും. ആ ബസ്സിലുണ്ടായിരുന്ന 13 പേരിൽ 8 പേർക്ക് ജീവൻ തിരിച്ചു കിട്ടും. അവിടെ സീൻ കട്ട് ചെയ്ത് വീരയുടെ ഓപ്പറേഷൻ സക്സസ് ആയി നടക്കും. എല്ലാവരെയും പോലെ അവനും ശ്വസിക്കാൻ തുടങ്ങും. അവരുടെ വീട്ടിലെ ചെടികളെയും സ്നേഹിച്ച് പാർവതിയും വീരയും സന്തോഷത്തോടെ ഇരിക്കുന്നതായി കാണിച്ച് ഈ മൂവിയും അവസാനിക്കും. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.